ലബനാനിലും ഗസയിലും ആക്രമണം കടുപ്പിക്കുന്നതിനിടെ അസാധാരണമായി ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് പ്രത്യേക സന്ദേശം പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്നും ഇസ്രായേൽ നിങ്ങൾക്കൊപ്പമുണ്ടെന്നും പറഞ്ഞാണ് നെതന്യാഹുവിൻ്റെ സന്ദേശം. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ കൊലക്ക് കണക്ക് തീർക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് 3 മിനിറ്റോളം നീളുന്ന നെതന്യാഹുവിൻ്റെ സംസാരം ഇസ്രായേൽ പുറത്തുവിട്ടത്. ഇറാൻ നേതാക്കളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സുപ്രധാന നിമിഷത്തിൽ ഒരു മധ്യസ്ഥനും തടസ്സങ്ങളുമില്ലാതെ നിങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നു പറഞ്ഞാണ് നെതന്യാഹു സംസാരം തുടങ്ങിയത്. തുടർന്ന് ഇറാൻ ഭരണകൂടത്തെ വിമർശിച്ചും ഇസ്രായേൽ വകവരുത്തിയവരുടെ കണക്ക് പറഞ്ഞും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചു. അടുത്തു തന്നെ നിങ്ങൾ മോചിതരാകുമെന്നും ഇസ്രായേലും ഇറാനും സമാധാനത്തോടെ ഒന്നിച്ചു കഴിയുന്ന കാലം വരുമെന്നും പറഞ്ഞാണ് പ്രസംഗം നിർത്തുന്നത്. ഓരോ ദിവസവും ഈ ഭരണകൂടം നമ്മുടെ മേഖലയെ കൂടുതൽ ഇരുട്ടിലേക്കും വലിയ യുദ്ധത്തിലേക്കും തള്ളിയിടുകയാണ്. ഓരോ ദിവസവും അവരുടെ പാവങ്ങൾ ഇല്ലാതാകുന്നുണ്ട്. മുഹമ്മദ് ദൈഫിനോട് ചോദിച്ചു നോക്കൂ, നസ്രുള്ളയോട് ചോദിച്ചു നോക്കൂ. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് പ്രാപ്യമില്ലാത്ത ഒരു സ്ഥലവുമില്ല. ഞങ്ങളുടെ ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കാൻ ഞങ്ങൾ പോകാത്ത ഒരിടവുമില്ല, പ്രസംഗത്തിൽ നെതന്യാഹു പറഞ്ഞു. ഈ കടന്നു പോകുന്ന ഓരോ നിമിഷവും ഭരണകൂടം വിശുദ്ധരായ പേർഷ്യൻ ജനതയെ പാതാളത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിന് തങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലെന്ന് ബഹുഭൂരിപക്ഷം ഇറാനുകാർക്കും അറിയാം. അങ്ങനെയൊരു കരുതലുണ്ടെങ്കിൽ പശ്ചിമേഷ്യയിലാകെ വ്യർത്ഥമായ യുദ്ധം നടത്താൻ ശതകോടികൾ പാഴാക്കുമായിരുന്നില്ല. വിദേശത്തെ യുദ്ധങ്ങൾക്കും ആണവായുധങ്ങൾക്കും വേണ്ടി പാഴാക്കി കളഞ്ഞ ആ ശതകോടികൾ ഭരണകൂടം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും ആരോഗ്യ പരിചരണ രംഗം മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സൗകര്യവും ജലവും മാലിന്യങ്ങളും മറ്റും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇറാൻ്റെ സ്വേച്ഛാധിപതികൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു ആലോചനയുമില്ല. എന്നാൽ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇറാൻ അന്തിമമായി സ്വതന്ത്രമാകുമ്പോൾ കാര്യങ്ങളെല്ലാം മാറും. ആളുകൾ ചിന്തിക്കുന്നതിന് മുമ്പേ വളരെ പെട്ടെന്ന് തന്നെ ഇത് സംഭവിക്കും. നമ്മുടെ 2 പുരാതന ജനതയായ ജൂതന്മാരും പേർഷ്യൻ ജനതയും അവസാനം സമാധാനത്തോടെ കഴിയുന്ന നാൾ വരുമെന്നും നെതന്യാഹു തുടർന്നു. ഇറാനും ഇസ്രായേലും സമാധാനത്തിൽ പുലരുന്ന ദിനം വരും. ഈ ഭരണകൂടം 5 ഭൂഖണ്ഡങ്ങളിലായി സ്ഥാപിച്ച ഭീകര ശൃംഖലകൾ പാപ്പരായി തകർന്നടിയുന്ന ഒരു ദിവസം വരും. മുമ്പെങ്ങുമില്ലാത്ത വിധം ഇറാൻ അഭിവൃദ്ധിയിലാകും. വിദേശ നിക്ഷേപവും വിപുലമായ ടൂറിസവും വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനിലുള്ള വൻ പ്രതിഭകൾ കിടിലം പുത്തൻ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരും. ഈ അന്ത്യമില്ലാത്ത പട്ടിണിയിലും അടിച്ചമർത്തലിലും യുദ്ധത്തിലും നല്ലത് അതല്ലേ? ഗും മുതൽ ഇസ്ഫഹാൻ വരെയും ഷിറാസ് മുതൽ തെബ്രീസ് വരെയും ദശലക്ഷക്കണക്കിന് നല്ലവരായ മനുഷ്യർ പാർക്കുന്നുണ്ട്. അവർക്കു പിന്നിൽ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമുണ്ട്. മുന്നിൽ മനോഹരമായ ഭാവിയും. മതഭ്രാന്തരായ ചെറിയൊരു പൗരോഹിത്യ ഭരണത്തെ നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തകർക്കാൻ അനുവദിക്കരുത്. നിങ്ങളും നിങ്ങളുടെ മക്കളും ഈ ലോകം മൊത്തം ഇതിലും മികച്ച സാഹചര്യം അർഹിക്കുന്നുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ബലാത്സംഗികളും കൊലയാളികളുമായ ഹമാസിനെയും ഹിസ്ബുള്ളയെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് അറിയാമെന്നും നെതന്യാഹു പറയുന്നു. എന്നാൽ നിങ്ങളുടെ നേതാക്കൾക്ക് അവരെ ഇഷ്ടമാണ്. നിങ്ങൾ ഇതിലും നല്ലത് അറിയിക്കുന്നുണ്ട്. ഇസ്രായേൽ നിങ്ങളെ പിന്തുണക്കുന്നുവെന്ന് ഇറാൻ ജനത അറിയണം. ഒന്നിച്ചുള്ള സുഭിക്ഷതയുടെയും സമാധാനത്തിൻ്റെയും ഭാവി നമുക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് പ്രസംഗം ബെഞ്ചമിൻ നെതന്യാഹു അവസാനിപ്പിച്ചത്.